ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി? എല്ലാവരും ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. രാവിലെ മോനെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് അബാക്കസിന് പറഞ്ഞു വിട്ടു. മീൻസ് ദോശയും കടലയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നെയ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നെയ് റോസ്റ്റിൻ്റെ ചെറിയൊരു ചടങ്ങിലോട്ട് നിൽക്കുവാണ്. എനിക്ക് ഈ പുറത്തുനിന്ന് നെയ് റോസ്റ്റ് കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പം ഞായറാഴ്ച ദിവസം പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ തന്നെ നെയ് റോസ്റ്റ് മീൻസ് നമ്മുടെ ദോശയുടെ മാവ് വെച്ച് തന്നെ നെയ് റോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം. ഇത് പറഞ്ഞാൽ ഞാൻ അതേ വെച്ചപ്പോഴേ ഇടയ്ക്ക് വേറൊരു പണിക്ക് പോയി. അത് കാരണമാണ് കുറച്ചൊന്ന് ബാക്കിലൊന്ന് നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വെറുതെ ഒന്ന് അതിൻ്റെ ഒരു പ്രൊസീജിയർ കാണിക്കുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മുടെ ദോശമാവ് വെച്ച് തന്നെ നമ്മുടെ പാനിൽ ഒഴിച്ചിട്ട് അത് മാക്സിമം തിന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ആ മാവൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോൾ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൂടെ കുറച്ച് നെയ്യൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡോട് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് തിരിച്ചിടുമ്പോൾ തന്നെ അങ്ങനെ തന്നെ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ വെന്തം കിട്ടും കേട്ടോ. അതുപോലെ ഞാൻ പാനിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇത് ഗ്രീൻ ഷെഫ് എന്ന് പറഞ്ഞത് പുതിയൊരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഞാൻ വെറും 350 റുപ്പീസിന് മേടിച്ചൊരു പാനാണ്. ബാക്കിയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പാനിനെക്കാട്ടിലും നല്ലപോലെ നമുക്കിത് കിട്ടും. അത് അതിൻ്റെ ആ അടിഭാഗം സ്റ്റിക്ക് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. 1000 രൂപയ്ക്ക് മേടിച്ച പാൻ വരെ പെട്ടെന്ന് ചീത്തയാവണം ചെയ്യുന്നത്. പക്ഷേ ഇത് മേടിച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ നല്ല അടിപൊളി പാനാണ്. അങ്ങനെ നമ്മുടെ എല്ലാവർക്കും ഉള്ള നെയ് റോസ്റ്റ് പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ വെറുതെ ഇങ്ങനെ ഞായറാഴ്ച ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്ത് നോക്കും. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.